guys, welcome back to Eduport. Yes, एड़ा नम्मडे Christmas portions ले important आयतलो chapter आड़े दा Zameen एक Slate का नाम है ले आ और chapter ले main आयत पारेना कार्य और में ले yes प्रधान पट्टा characters आरे क्या आयत नोटा पिधाव लेखकन then ലേഖകന്റെ ദീദി അല്ലേ യെസ് അപ്പോൾ ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് വിടവാങ്ങൽ അല്ലേ രണ്ട് വേർപിരിയലിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഒന്നെന്താ പിതാവ് തന്റെ മക്കളെ വേർപിരിയുന്ന സങ്കടവും അതുപോലെ പിതാവിന്റെ ആ ഒരു ഭൂമി നഷ്ടമാവുന്ന സങ്കടം. ഇങ്ങനെ രണ്ട് വിഷമങ്ങൾ രണ്ട് വേർപിരിയലുകൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്താലോ. യെസ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. बेटी के विदा होने में अभी 2-4 दिन थे मगर जमीन की विदाई आज ही हो रही थी. दोनों विदाइयों पर दुखी पिता अपनी डायरी लिखता है. वही डायरी लिखी. അപ്പോൾ എന്താണ് പിതാവിനെ സംബന്ധിച്ച് ഈ രണ്ട് വേർപിരിയലുകളും എന്താണ് അദ്ദേഹത്തിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ആ വിഷമം പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ് ഒരു ഡയറി എഴുതുകയാണ്. ആ ഡയറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ബേട്ടി കി ഷാദി, ഷാദി കി തയ്യാരിയാ, ജമീൻ കി രജിസ്ട്രി, ദെൻ പിന്നെ ഏതാടാ മൻ കാ ദുഃഖി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു ഡയറിയിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഉൾപ്പെടുത്തണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നോക്കടാ നോക്കിക്കേ. യെസ് അപ്പോൾ നമ്മൾ ഒരു ബോക്സ് ഒക്കെ വരച്ച് ദെൻ നമ്മൾ ഡേറ്റിലെ താരീഖ് എഴുതുന്നു. ഇനി എന്താണ് നോക്കിക്കേ. യെസ് ആജ് മേരാ ദിൽ ദുഃഖ് സെ ഭരാ ഹെ. ഇന്ന് എന്നെ സംബന്ധിച്ച് എന്താണ് എൻ്റെ മനസ്സ് ഭയങ്കര വിഷമം നിറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പനി ബേട്ടി കി ഷാദി കെ ഖർച്ച് കെ ലിയെ ആജ് മേനെ അപ്നി ജമീൻ ബേച്ച് ദി ഹെ. അപ്പോൾ എൻ്റെ മകളുടെ വിവാഹ ചെലവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ് എൻ്റെ ഭൂമിയിലെ എൻ്റെ സ്വന്തം ഭൂമി ഞാനെന്ന് വിൽക്കാണ്. ജന്മ സെ ലേക്കർ ആജ് തക് ഉസ് ജമീൻ സെ മേരാ സംബന്ധ അല്ലേ. ജനിച്ചത് മുതൽ ഇന്ന് വരെ എന്താണ് ഈ ഭൂമിയുമായിട്ടുള്ള എൻ്റെ ബന്ധം അല്ലേ. ആ ബന്ധം അദ്ദേഹത്തിന് മറക്കാൻ പറ്റുന്നില്ല. अपने बचपन में उस जमीन में मैं खेलता कूदता रहा. जब बड़ा हुआ तो उस जमीन में खेती करके मैं उसका अन्न गाता रहा. അല്ലേ ചെറുപ്പത്തിൽ ഞാൻ ഓടിക്കളിച്ചത് ഈ ഭൂമിയിലാണ്. അതുപോലെ എന്താണ് വലുതായിട്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ് അന്നം അല്ലേ. അതായത് അദ്ദേഹം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. मेरे परिवार वालों भी उस जमीन का अन्न खाकर सुख की जिंदगी बिताते रहे. अब वह जमीन मेरा न रह गया. അല്ലേ അപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവരെ എൻ്റെ വീട്ടുകാരൊക്കെ എന്താണ് അതിൽ നിന്നുമുള്ള ആ മണ്ണിൽ നിന്നുള്ള അന്നം തിന്നാണ് മുന്നോട്ട് ജീവിക്കുന്നത് അല്ലേ. പക്ഷെ ഇന്ന് എന്ത് ചെയ്യാണ് എൻ്റെ കൈകളിൽ നിന്നും എൻ്റെ ഭൂമി നഷ്ടപ്പെടുകയാണ്. ഓക്കെ പിന്നെന്താ പറയുന്നത് मुझे अपनी बेटी की शादी के लिए उसे बेच देना पड़ा. इस देश में अपनी बेटी की शादी के लिए माँ बाप को क्या क्या यातनाएं सहनी पड़ती है. അപ്പോൾ എൻ്റെ മകളുടെ വിവാഹത്തിന്റെ ചെലവിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഭൂമി വിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ലോകത്ത് ഈ ഒരു സമൂഹത്തിൽ സ്വന്തം മകളുടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അല്ലേ മാതാപിതാക്കൾ എന്തെല്ലാം കാര്യങ്ങൾ സഹിക്കണം. പിന്നെന്താ പറയുന്നത് अब मैं एक कटा हुआ वृक्ष हो गया हूँ. मेरा मन दुख से बारी है और ज्यादा मैं लिख नहीं सकता. ഇത് ഞാൻ എന്താ ഒരു വെട്ടിയിട്ട വൃക്ഷം പോലെ അതായത് എത്രയും വിഷമത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അധിക കാര്യങ്ങളൊന്നും പറയാനോ എഴുതാനോ പറ്റുന്നില്ല. ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഫീലിങ്സ് മുഴുവനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറിയാണ്. യെസ് സെറ്റ് ആക്കിക്കോളൂ. യെസ് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് വരാം. യെസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. യെസ് ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.